ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറോ എന്തുമാകട്ടെ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാവുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വെജിറ്റബിൾസും മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഈ കോമ്പിനേഷൻ ഡയറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ഇടുക. കൂടെ ലേശം ഉപ്പും 1 ടീസ്പൂണ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. നന്നായി മിക്സാക്കുക. അതിനുശേഷം ഇത് കലക്കിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. കുറച്ച് ലൂസായി കട്ടകളില്ലാതെ മിക്സാക്കി എടുക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ബാറ്ററിലൂടെ ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഇത് മാറ്റി വെക്കുക. ഇനിയും മുട്ടയിൽ ചേർക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. സബോളയും തക്കാളിയും മസ്റ്റായിട്ട് ചേർക്കണം. അത് നല്ലൊരു ടേസ്റ്റാണ്. അടുത്തായി ചൂടായ തവയിൽ ഓരോ തവി മാവ് കോരി ഒഴിച്ച് കനം കുറച്ച് പരത്തുക. തിരിച്ചും മറിച്ചും ഇടുക. ഒരു സൈഡ് മുരിഞ്ഞാൽ മതി, മറ്റേ സൈഡ് പിന്നെ മുരിയിച്ചെടുക്കാം. ആദ്യം ഗോതമ്പ് ദോശകൾ റെഡിയാക്കി വെക്കുക. അതിനുശേഷം 2 മുട്ട എടുക്കണം. വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് മുട്ടകൾ കൂടുതൽ എടുക്കാം. ഞാൻ 2 പേർക്കുള്ള ഫുഡാണ് തയ്യാറാക്കുന്നത്. മുട്ടയിലേക്ക് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ പച്ചമുളക് ഇടാം. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞതും കൂടി ഇട്ട് മിക്സാക്കുക. അങ്ങനെ മിക്സാക്കിയ ശേഷം ദോശ ഉണ്ടാക്കിയ തവയിൽ തന്നെ ഓരോ തവി മുട്ട ബാറ്റർ കോരി ഒഴിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശ മുട്ടയപ്പത്തിൻ്റെ മുകളിൽ വെക്കണം. മുരിഞ്ഞ വശം വെളിയിൽ കാണുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് തിരിച്ചിട്ടിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കണം. മറിച്ചിട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ബട്ടറോ ചീസോ ഒക്കെ വെക്കാവുന്നതാണ്. എന്നിട്ടിത് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം എണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ എണ്ണ ഇല്ലാതെയോ റോസ്റ്റാക്കി എടുക്കണം. ഇവിടെ ഞാൻ പിന്നെ എണ്ണ ചേർക്കുന്നില്ല. ഇങ്ങനെ ദോശ ഉണ്ടാക്കി മുകളിൽ വെക്കുന്നതിന് പകരം ചപ്പാത്തി കൈവശം ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഏതാണേലും അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല ന്യൂട്രീഷ്യസ് ആണ്. മുട്ടയും പച്ചക്കറികളും ഗോതമ്പും എല്ലാം കൂടെ ചേർന്ന് ബാലൻസ്ഡ് മീൽ. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.